എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സുചിത്ര കഥ തുറക്കുമ്പോഴത്തേനും വിവേക് അങ്ങോട്ട് കയറി വരുവാണ്. സുചിത്ര ഒരു നിമിഷം വിവേകിനെ നോക്കി. പിന്നീട് സുചിത്ര മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവാ. ആ സമയം വിവേകിനെ കണ്ടതും മഹേഷ് ഞാൻ വന്നിരിക്കാൻ പറയാണ്. നാളത്തെ മീറ്റിംഗ് അറിയാലോ, അതിന്റെ പ്രസന്റേഷൻ ശരിയായില്ലെങ്കിൽ മിക്കവാറും കമ്പനി കൈവിട്ട് പോകുന്നു പറയാണ്. അങ്ങനെ മഹേഷും വിവേകും കൂടെ ഇരുന്ന് അവിടെ പ്രോജക്റ്റ് ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇഷിത. പിന്നീട് ഇഷിത അവളെ വിളിച്ച് സുഹിത്രയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, സുഹിത്രയെ ഏൽപ്പിച്ചിട്ട് ഇഷിതയെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം സുഹിത്ര അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇടയ്ക്ക് വിവേക് സുഹിത്രനെ നോക്കുന്നുണ്ട്. സുഹിത്രയ്ക്ക് ആ പടൊരു ബുദ്ധിമുട്ട് വിവേകിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഹിത്ര സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയം വിവേക് ഓർത്തു, ഇവളെങ്ങനെയെങ്കിലും ഒന്ന് വീഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് വന്നു. ആ സ്റ്റവിൻ്റെ അടുത്തേക്ക് വന്നു. സ്റ്റവിൻ്റെ അടുത്തേക്ക് നോക്കി കഴിയുമ്പോൾ അവിടെ ടിഷ്യൂ പേപ്പർ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ എടുത്തു. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിൽ എഴുതി, നമുക്ക് ഒരുമിക്കണ്ടേന്ന്, രണ്ടുപേർക്ക് കൂടെ ഒരുമിക്കണ്ടേ, ഇങ്ങനെ നടന്നാൽ മതി, രണ്ടുപേർക്കും ഒരുമിക്കണ്ടേന്ന് എഴുതിയിട്ട് ആ സ്റ്റവിൻ്റെ അവിടെ വെച്ചു. ഇനി അവൾ വീണ്ടും ആ ഫുഡ് ഉണ്ടാക്കാണ്ട് വരുന്ന സമയത്ത് അത് കാണുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി വിവേക് വന്ന് വീണ്ടും മഹേഷിന് മുമ്പിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ഇഷിതയാണ്. ഇഷിത നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമുക്ക് ഒന്നിക്കണ്ടേന്ന്. ഇതെന്താ ഇങ്ങനെ, മഹേഷാണോ ഇത് എഴുതിയത്? മഹേഷ് ആയിരിക്കോ? ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ ഒന്നിക്കണ്ടേന്ന് പറഞ്ഞ്? ഓഹോ, ഇന്ന് അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ല, ഒരുപക്ഷെ അതോർത്തിട്ടാണോ പറഞ്ഞേ? അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പൊ അതാണ് കാര്യം, വൈകുന്നേരത്തെ കാര്യമാണ്. ദൈവമേ, ഭഗവാനെ, ഇങ്ങനെ ഇങ്ങനെ ഇത്രക്കാരനൊരുത്തനായിരുന്നോ എന്നൊക്കെ ഇഷിതയുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകളൊക്കെ പോവാണ്. പിന്നീട് മഹേഷിനെ നോക്കിയപ്പോഴത്തേനും മഹേഷ് ഇങ്ങനെ നോക്കിയിട്ട് ഇഷ്ടത്തെ നോക്കി കോക്കറ് കാണിക്കുകയാണ്. അപ്പൊ ഇഷ്ടത്തേക്ക് ഉറപ്പായി ഇത് മഹേഷ് തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. എൻ്റെ ഭഗവാനെ, എന്നാ ഇങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് എന്ത് ചെയ്യുക, വന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ നിൽക്കുവാണ്. നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പോയിരിക്കുകയാണ്. അപ്പോഴേക്കും വിവേക് വീണ്ടും എഴുന്നേറ്റിട്ട് പേപ്പറിൽ എഴുതി. അപ്പം ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ പേപ്പറോടെ കണ്ടില്ല. അപ്പോൾ ഓർത്തോണ്ടിരുന്ന് സുഹിത്ര അത് എടുത്തോണ്ട് പോയെന്നാ ഓർത്തോണ്ടിരിക്കുന്നത്. പിന്നീട് വീണ്ടും എഴുതി, നിന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും എൻ്റെ മനസ്സിലെ പ്രണയമൊക്കെ വീണ്ടും പൂവിട്ട് വരുക, എന്തോ എന്നിലെ പ്രണയം വീണ്ടും ഉണർന്നു വരുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കവിത പോലെ വീണ്ടും 2-3 വാക്യങ്ങൾ എഴുതുവാണ്. അതിനുശേഷം വീണ്ടും അത് ആ സ്റ്റവിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നീട് വിവേകം ഒന്ന് ഇരിക്കുകയാണ്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും അവൾക്ക് തൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളോട് പ്രണയമുണ്ടെന്ന് മനസ്സിലാവും. സുചിത്രയ്ക്ക് സന്തോഷമാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വിവേക് ഇരിക്കുന്നത്. പക്ഷെ ഇത് സുചിത്ര അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. ആ സമയം മഹേഷ് കുറെ സമയമായി ജോലി ചെയ്തിട്ട് മടുത്ത് കഴിഞ്ഞ് മഹേഷ് ഒന്ന് എഴുന്നേറ്റൊക്കെ നിൽക്കുകയാണ്. എഴുന്നേറ്റ് എന്ന് കഴിയുമ്പോഴത്തേനും ഇഷിത വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ഇഷിത സ്റ്റവിൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ വീണ്ടും ഒരു എഴുത്ത്. ഇതെന്താ ഇങ്ങനെ, ദൈവമേ, നിന്നെ കണ്ടു കഴിയുമ്പോൾ എന്നിലെ പ്രണയം പൂവിടുന്നൊക്കെ പറഞ്ഞോണ്ട്. എൻ്റെ പൊന്നെ, ഇയാൾക്ക് ഭ്രാന്തായെന്നാ തോന്നേ. വീണ്ടും മഹേഷിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇങ്ങനെ നോക്കി കണ്ണൂരിട്ട് കാണിക്കുക എന്തെന്നുള്ള രീതിയിൽ. ഒന്നുമില്ല എന്ന് പറയണം. ഇങ്ങനെ സൂക്ഷിക്കണം. ദൈവമേ, സുഹിത്രനെ ഇന്ന് പറഞ്ഞു വരണ്ട, അച്ഛനും അമ്മയൊക്കെ നേരത്തെ വന്നാൽ മതിയായിരുന്നു, അവരെന്താണോ വരാത്തെ. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പത്തേനും ആയിരിക്കും വരുവുള്ളോ, ഇനി രാത്രി എങ്ങാനും ആയാൽ അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു പേടിയൊക്കെ ഇഷിതയുടെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിവേകിനോട് മഹേഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി നീ പോയിക്കോളാൻ പറയാണ്, ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളെന്ന് പറയണം. അങ്ങനെ വിവേക് പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, നമുക്കിനി ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കണം. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹേഷ് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം. അത് കേട്ടപ്പം ഇഷ്ടം ടേസ്റ്റ് ഉണ്ടാവണമല്ലോ എന്നൊക്കെ പറയണം. എന്താ ഒന്നുമില്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുഹിത്ര പറഞ്ഞു, ചേച്ചിയുടെ ഫുഡിന് എന്താണെങ്കിലും കണ്ടോ പുകഴ്ത്തി പറയുന്നൊക്കെ ഉണ്ട് ചിലര്, വേറൊന്നും കിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇഷത് പറഞ്ഞു, പോടി സുജി, ഞാൻ നന്നായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയണം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം സുഹിത്ര പറഞ്ഞു, അതെ അപ്പം ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാന്ന് പറയണം. നീ പോവാനോ? നീ ഒരിടത്തേക്കും പോണ്ട, നീ എങ്ങോട്ടാ പോണേ? നീ അവിടെ നിൽക്കുക, എനിക്കൊരു കൂട്ടിരിക്കാൻ പറയണം. ചേച്ചിക്ക് എന്തിനാ കൂട്ടെന്ന് ചോദിക്കണം. പിന്നീട് ഇഷിതിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, അതെ ഇന്നാണെങ്കിൽ ഇവിടെ ആന്റി അങ്കിളും ഒന്നും ഇല്ലാത്ത ദിവസമാണ്, നിങ്ങളുടേതായ ദിവസമാണ്, രണ്ടുപേരും കൂടെ അടിച്ചു പൊളിക്കാൻ നോക്ക്, അല്ലാതെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ചോണ്ട് സുഹിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാം. ഇഷിതയ്ക്ക് ഭയങ്കര ടെൻഷനായി. എൻ്റെ ഭഗവാനെ, എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇങ്ങനൊരു സ്വഭാവം ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ചിപ്പിയും
അച്ഛനും അമ്മയ്ക്കൊന്നും വന്നാൽ മതിയായിരുന്നു, അവർ വന്നാൽ സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇഷിത മനസ്സിൽ കരുതുവാണ്. അല്ലെങ്കിൽ മിക്കവാറും ഈ കശ്മലൻ തന്നെ നശിപ്പിക്കുമെന്നാ തോന്നുന്നത്. അയാളുടെ എഴുത്തും മട്ടും ഭാവം നോട്ടോ കണ്ട അത്ര പന്തിയായിട്ട് തോന്നില്ല എന്നൊക്കെ ഇഷിത മനസ്സിൽ കരുതുവാണ്. ആ സമയം ആദ്യം രജനിയും ആകാശമൊക്കെ ഫുഡ് കഴിക്കണ സമയത്ത് ആദ്യം പറഞ്ഞു, എനിക്കെന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നുമെന്ന് പറയും. എന്തിന്? അല്ല, നാളെ ഞാൻ സ്കൂളിലേക്ക് പോകണമല്ലോ. ഓ, അതോർത്തിട്ടാണോ? നാളെ 11 മണിക്കാ ബസ്. ആ കാര്യം ഓർത്ത് മോൻ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാ. ഇത് കേട്ടത് ആദ്യം പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല എന്ന് പറയാ. അതുകൊണ്ടല്ലേ ഇതേ ഡാഡി ഇവിടെ മോന് വേണ്ടിയിട്ട് സീറ്റ് റെഡിയാക്കിയേക്കുന്നേ. ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ മോന് ഇവിടുത്തെ സ്കൂളിലേക്ക് മാറ്റം വരുമെന്ന് പറയാണ്. പിന്നെ അറിയാലോ മോനെ ഡാഡി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ നാളത്തെ കാര്യം, നാളെ ഡാഡിക്ക് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, എന്താ ആകാശ് ഇങ്ങനെയൊക്കെ പറയാനേ? അവന് നാളെ പോവല്ലേ, അപ്പൊ അവന് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ, അതുകൊണ്ട് നാളെ പർച്ചേസിങ്ങിനായിട്ട് മാറ്റി വെക്കാന്ന് പറയാ. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, ശരി സമ്മതിച്ചിരിക്കുന്നു പറയാണ്. നാളെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോട്ടെ. പിന്നീട് ആകാശ് പറഞ്ഞു, ഞാൻ ഇവന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ജീവിക്കുന്ന പോലും. ഇവനെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാ. ഇവന്റെ സ്വന്തം ഡാഡി പോലും സ്നേഹിക്കുന്നില്ല. അല്ലേ അതി ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ. ആ മഹേഷ് ചന്ദ്രൻ എന്റെ ഡാഡിയാന്ന് പറയാൻ പോലും എനിക്ക് വെറുപ്പാ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ ആകാശ് ഒന്ന് ചിരിക്കുവാണ്. ആകാശിന് സന്തോഷമായി. അവരിൽ നിന്നും ഇവൻ കുറേയധികം അകന്നിരിക്കുന്നുള്ള കാര്യം മനസ്സിലാവാണ്. ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. ഈ സമയത്ത് മനസ്സിലേക്ക് നന്നായിട്ട് വിഷം കുത്തി നിറയ്ക്കുവാണെങ്കിൽ അവന്റെ അന്തകനായിട്ട് മാറും ഇവന്. അത് പിന്നെ വേണ്ടിയാണോ താൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുവാണ്. പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞു, രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പെട്ടൊരു വെപ്രാളമൊക്കെയാണ് ഇഷിതയുടെ മനസ്സിലേക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചെറിയൊരു മഴയുടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. മിക്കവാറും കണ്ടോ ഇപ്പൊ തന്നെ മഹേഷ് ഇങ്ങോട്ടേക്ക് വരും. മഹേഷ് വന്നിട്ട് ചോദിക്കും, കിടക്കണില്ലേന്ന് ചോദിക്കും. പിന്നെന്താ ഇങ്ങനെ നിൽക്കുന്നത്, എന്നാ വാ കിടക്കാന്നും പറഞ്ഞ് വിളിക്കും. അങ്ങനെയൊക്കെ ഓർത്തിരുന്നതിന് മഹേഷ് അങ്ങോട്ട് വന്നു, എന്താ കിടക്കണില്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, കിടക്കണം, എന്നാ വാ വന്ന് കിടക്ക്. പിന്നെ ഇവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കാന്ന് ചോദിക്കാം. അപ്പോഴേക്കും വലിയൊരു ഇടി കുടുങ്ങി മഴ പെയ്യാനായിട്ട് തുടങ്ങി. ആഹാ, നല്ല മഴ. ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും മഴയത്ത്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിതയ്ക്കിടി ഞെട്ടലായി. ഇഷിത പറഞ്ഞു, അതെ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറയാണ്. ഇവിടെ കിടക്കാനോ? അതെ. എന്തിനാ ഇവിടെ കിടക്കണേ? ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല, മരിക്ക് അവിടെ വന്ന് കിടക്കാൻ പറയാണ്. അത് കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് കിടന്നോളാം. മഹേഷ് പോയി കിടന്നോളാൻ പറയാണ്. ഇഷിത അങ്ങനെ പേടിച്ചു പറിച്ച് സെറ്റി കിടക്കുവാണ്. എപ്പോഴാ എഴുന്നേറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. മഹേഷ് അങ്ങനെ എഴുന്നേറ്റ് വരുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഒരു തലവണയൊക്കെ സെറ്റിയുടെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ കയറി കിടക്കുവാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു. മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത കിടന്ന് മയങ്ങുന്ന കണ്ടു. മഹേഷ് ശബ്ദം ഉണ്ടാക്കാതെ ആ തലവേണയ്ക്കിടയ്ക്കിലേക്ക് ഇങ്ങനെ കൈ അങ്ങോട്ട് വെക്കുവാണ്. പെട്ടെന്ന് ഇഷിത ഞെട്ടി എഴുന്നേറ്റ് അയ്യോ പൊത്തോന്നും പറഞ്ഞ് കിടന്ന് കരയുവാണ്. എന്താ എന്താ കാര്യം ചോദിക്കും. മഹേഷ് ഇപ്പൊ എന്നെ എന്ത് ചെയ്യാൻ പോയതാ? എന്ത് ചെയ്യാനാ? ഞാനാ? നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ അവിടെ നിന്നൊരു കാര്യം എടുക്കാൻ വേണ്ടി വന്ന. എന്ത് കാര്യം? നീ ആ ഫയലിന്റെ മുകളിലാണ് കയറി കിടക്കുന്നേ. ആ ഫയലിങ് എടുക്കാൻ വന്ന. തലവണ വെച്ചിരിക്കുന്ന ഫയലിന്റെ മുകളിലെന്നുള്ള കാര്യം പോലും മറന്നുപോയെന്ന് ചോദിക്കും. പെട്ടെന്നാണ് ഇഷിതയ്ക്ക് ബോധം ഉണ്ടായത്. ആകെപ്പാടെ നാണക്കേടായി. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ. കാര്യം എന്താന്ന് പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് പോയി. ഇഷിതയ്ക്ക് ആകെപ്പാടെ നാണക്കേടായിപ്പോയി. മഹേഷിനെ തെറ്റിദ്ധരിച്ചാന്ന് തോന്നുന്നേ എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുമ്പോഴത്തേനും ചിപ്പിമോൾ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെന്നും പറഞ്ഞിട്ടുണ്ട്. ആഹാ കൊള്ളാലോ, ഇത്ര പെടുന്ന കല്യാണമൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞു. രാത്രി എത്ര സമയം നമുക്കറിയാവോ? ഇഷതി ഒന്ന് ചമ്മി. രാത്രിയായെന്നറിയാം, പക്ഷെ ചിപ്പിമോള് പെട്ടെന്ന് വന്നപ്പോൾ ഒരു അന്താളിപ്പോണ്ട് അങ്ങനെ ചോദിച്ചു പോയതാണ്. പിന്നീട് അച്ഛനൊക്കെ എന്തേന്ന് ചോദിക്കാം. അവര് വരുന്നുണ്ട്. അല്ല മോളൊന്നും മഴയുണ്ടായിരുന്നോ? മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയെന്ന് പറയാ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇഷിത ഓർത്ത് ഒരു കാര്യം ചെയ്യാം, ഇന്ന് ചിപ്പിമോളെ കൂടത്തി കിടത്താം, അതാണ് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും സ്വപ്നവലി വന്നിട്ട് പറഞ്ഞു, ബാ മോളെ പോയി കിടക്കാന്ന് പറയണം. ഈ സമയം ഇഷിത പറഞ്ഞു, അവൾ എൻ്റെ കൂടെ കിടന്നോട്ടെ, ഞങ്ങളുടെ കൂടെ കിടന്നോട്ടെ എന്ന് പറയണം. വേണ്ട വേണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല. അതെ ഡാഡിക്കും അമ്മയ്ക്കും ശല്യമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറണ്ട, മോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ ചിപ്പിമോള് പറഞ്ഞു, ഞാനിങ്ങനെ ശല്യം വന്നേ. അതെ മോള് വേണ്ട കേട്ടോ, മോൾ ഇങ്ങോട്ട് വാ. അതെ അവിടെ വന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞ് വിളിക്കുക. പിന്നെ ചിപ്പിമോള് മഹേഷിന് പോയി ഗുഡ് നൈറ്റും ഒക്കെ കൊടുത്ത് ഇഷ്ടതയ്ക്ക് ഗുഡ് നൈറ്റ് കൊടുത്ത് അങ്ങോട്ട് പോവാണ്. ഇഷ്ടതയ്ക്ക് ഒരു ചമ്മലൊക്കെ തോന്നി, പക്ഷെ ഇഷ്ടത അത് മൈൻഡ് ചെയ്തില്ല. ഇഷ്ടത പിന്നീട് പോയി കിടക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് മഞ്ജുമ്മ വരുവാണ്. മഞ്ജുമ്മ എന്നിട്ട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മ ഇത്രയ്ക്ക് ഇതായി പോയല്ലോ, ഇത്രയ്ക്ക് പാവമായിട്ട് മാറില്ലെന്ന് പറയണം. എന്താടി കാര്യം? അതെ നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് അസോസിയേഷൻ ഉള്ളവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, അമ്മയ്ക്ക് കഴിവില്ലെന്നോ? അതെ ആ ഇഷിതയെ മര്യാദയ്ക്ക് നിർത്താനായിട്ട് അമ്മ അവളുടെ മുന്നിൽ താണ് കേട് നിൽക്കുവാന്ന്. അവള് ഡോക്ടർ ആയതുകൊണ്ട് അവള് പറയുന്നതൊക്കെ അനുസരിച്ച് ഇവിടെ കിടക്കുവാന്ന്.
ഇതൊക്കെ ആരാ പറഞ്ഞേ? ഓരോ ആൾക്കാരൊക്കെ പറയുന്ന, അസോസിയേഷൻ ഉള്ളവരൊക്കെ പറയുന്ന. അമ്മയ്ക്ക് അവളെ ഭയങ്കര പേടി ഏതാണ്ടാന്ന്. ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? ആ അങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. അവളെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കുന്നു പറയാം. പിന്നെ അമ്മയുടെ ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, അല്ലാതെ അമ്മ ഒരു പാഠം പഠിപ്പിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. എന്നാ ശരി നമുക്ക് കാണാന്ന് പറയണേ. ഇന്ന് കണ്ടു അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പച്ചവെള്ളം കുടിപ്പിക്കില്ലെന്ന് പറയണേ. ഉറപ്പാണേ? ഉറപ്പായിട്ടുള്ള കാര്യ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബെറ്റ് വെക്കുവാണ്. പക്ഷെ ഇഷിത ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇഷിത ചിപ്പിമോളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ചിപ്പിമോളെ റെഡിയാക്കിയിട്ട് ഇന്നലെ കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു പറയാം. ആഹാ, പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചെറുക്കനെ അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അതെന്താ? അതൊന്നും ഇല്ലാന്ന് പറയണ. പിന്നെയാണോ നിങ്ങൾ കല്യാണം മൊത്തം കൂടിയിട്ടാണല്ലോ വന്നേ? അത് പിന്നെ അച്ചച്ചനും അച്ചമ്മയൊക്കെ പറഞ്ഞു കല്യാണം ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും തീർന്നിട്ട് പോയാൽ മതിയെന്ന്. ഇന്നലെ അച്ചമ്മ പറയുന്ന കേട്ടായിരുന്നു. അവിടെ അമ്മയും ഡാഡിയും തന്നെയുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ചിപ്പിമോളെ നോക്കുവാണ് ഇഷിത. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.